Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. ആർദ്രചിന്തകളുടെ ആദ്യത്തെ ഖണ്ഡമായ മനസാ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് BMCയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉറക്കമില്ലാത്തവരെക്കുറിച്ചാണ് സംസാരിച്ചത്. വളരെ നല്ലൊരു പ്രതികരണമാണ് നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് ഈ ഉറക്കമില്ലാത്തവരെക്കുറിച്ച് ഉള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചത്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഈ ഉറക്കത്തിനിടയിൽ ഇത്രയും വലിയൊരു സൈക്കിൾ നടക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സാറിനൊരു ഭീഷണിയുണ്ട് കേട്ടോ. ഒരു 3.5 വയസ്സുകാരൻ്റെയാണ്. രാത്രി കിടക്കാൻ നേരം അവൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, കുറച്ച് മുമ്പേ നീ കണ്ട ആ വീഡിയോയിൽ സാറ് പറഞ്ഞ് കേട്ടായിരുന്നോ, ഡോക്ടർ പറഞ്ഞ് കേട്ടായിരുന്നോ, വൈകിട്ട് ഫോൺ കാണരുതെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ആ ഫോൺ തന്നേക്കാൻ പറഞ്ഞു. ഉടനെ അതിൻ്റെ ദേഷ്യത്തിൽ പല്ലൊക്കെ ഒന്ന് കടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറിനൊരു ഭീഷണിയുണ്ട്. ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ അവനൊരു ചുംബനം കൊടുത്തിട്ട് ഞാൻ അവനെ ഹാർദമായി സ്വീകരിക്കും. അത്രയും കമൻ്റ് എന്നെ പറ്റി പറയാനുള്ള പ്രാപ്തി മാനസികമായ അയാൾക്ക് ലഭിച്ചല്ലോ. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. സാറേ, എന്നത്തെയും പോലെ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ആദ്യമായി ഷിനോയ്ക്ക് നന്ദി. ഇന്ന് നാർസിസിസം എന്ന് പറയുന്ന സർവ്വസാധാരണമായ നമ്മുടെ ഇടയിലുള്ള ഒരു പ്രത്യേക അസ്വസ്ഥതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ നാർസിസം എന്ന് പറയുന്നത് സെൽഫിഷ്നെസ്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഞാനിത് സംസാരിക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. 2 ആഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചിട്ട് 1 മാസമായുള്ളൂ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ വിവരിച്ചപ്പോൾ എനിക്ക് ആ അസ്വസ്ഥതകൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വലിയ കൗതുകമുണ്ടായി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഞാൻ വിവാഹം കഴിച്ച ആദ്യ രാത്രി തന്നെ എൻ്റെ ഭാര്യയുമായി എൻ്റെ ആത്മബന്ധം പുതുക്കുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും ശ്രമിക്കേണ്ടതിന് പകരം ഞാൻ അവൾക്ക് കുറേ നിബന്ധനകളാണ് വെച്ചു കൊടുത്തത്. ആദ്യ രാത്രി തന്നെ. ഞാനൊരു എക്സിക്യൂട്ടീവാണ്, ഒരു ഓഫീസിലെ ജനറൽ മാനേജരാണ്. രാവിലെ 8 മണിയാകുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. 8 മണിക്ക് ഞാൻ ഒരുങ്ങി വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൽ റെഡിയായിരിക്കണം. പിന്നെ ഞാൻ വരുന്നത് വൈകിട്ട് 4 മണിക്കേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് മാത്രം എന്നെ 2 പ്രാവശ്യം വിളിക്കാം, അല്ലാതെ വിളിക്കാൻ പാടില്ല. ഭാര്യയോടാണ് പറയുന്നത്, ഭാര്യയോട്. 4 മണിക്ക് വരുമ്പോഴത്തേന് ചായ അതുമായി റെഡിയായിട്ട് നീ നിൽക്കണം. അതിനോടകം വീട്ടിലെ അലക്ക്, ക്ലീനിങ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. വീട്ടിലെ തുണികൾ ആരുടെയൊക്കെയാണെന്ന് നോക്കരുത്, എല്ലാം കഴുകിയിട്ടേക്കണം. 4 മണിക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തമ്മിൽ വെളിയിലേക്ക് പോകും, ഔട്ടിംഗ് ഉണ്ട്. വൈകിട്ടത്തെ ഭക്ഷണം നമുക്ക് വെളിയിൽ നിന്നാക്കാം. എല്ലാ ദിവസവും ഇല്ല, കുറേ ദിവസങ്ങളിൽ. രാത്രിയിൽ 10 മണിയാകുമ്പോൾ നീ ഉറങ്ങാൻ പൊക്കോണം,
എനിക്ക് ഓഫീസ് വർക്ക് കാണും, ഞാനൊരു 11 മണിയായ കിടക്കയിലേക്ക് വരികയുള്ളൂ. ഈ നിബന്ധന ആദ്യ രാത്രി തന്നെ ഭാര്യയ്ക്ക് ഈ മനുഷ്യൻ വെച്ചു കൊടുത്തു. അല്ല, ആ പെൺകുട്ടി വീട്ടിലുണ്ടോ ഇപ്പം? ഉണ്ടോ, പോയിട്ടില്ല, ഞാൻ വിടാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ നിബന്ധനകൾ വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, ഈ മനുഷ്യൻ ഒരു നാർസിസിസ്റ്റ് ആണല്ലോ എന്ന്. ഇനി നാർസിസത്തിൻ്റെ നിർവചനം സിനോജ് എന്നോട് ചോദിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പറയുക, ഞാനൊരു വലിയ സംഭവമാണ് എന്ന് സ്വയം ചിന്തിച്ചിട്ട് ഞാനൊരു സംഭവമാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ തന്നെ ഒരു ഉയർന്ന നിലയിലേക്ക് പ്രതിഷ്ഠിച്ചിട്ട് മറ്റുള്ളവരൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇടപെടുന്ന അസ്വസ്ഥതയാണ്, മാനസിക അസ്വസ്ഥതയാണ് നാർസിസിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഷിനോയി ഒരു നാർസിസിസ്റ്റ് അല്ലെന്നാണ് എൻ്റെ ഇതുവരെയുള്ള ധാരണ. അത് ഞാനല്ല പറയണേ, മറ്റുള്ളവരാണല്ലോ. ഞാൻ ഇടപെടുമ്പം സ്വാഭാവികമായിട്ടാണ് ഇടപെടുന്നത്. അത് മറ്റുള്ളവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അവർ നമ്മളോട് പറയുമ്പോഴല്ലേ അറിയുന്നത്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇടപെടുന്നുണ്ട്, അതുകൊണ്ട് സാറിന് എന്നെക്കുറിച്ച് ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു. പറയാറായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. മതി, പുറകെ പറഞ്ഞാൽ മതി. അടുത്തതെന്താ അറിയാനുള്ളത് നാർസിസത്തെ കുറിച്ച്? ഇതിൻ്റെ ചരിത്രം, ഇതിൻ്റെ ചരിത്രം, ഇതിൻ്റെ കാരണങ്ങൾ. ചരിത്രം, ഈ ഗ്രീക്ക് പുരാണ കഥകളിൽ നാർസിസിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. പുരാണ കഥകളിലെ ഒരു കഥാപാത്രമാണ് നാർസിസിസ്. ഈ നാർസിസിസ് സുന്ദരനായിരുന്നു, അതീവ സുന്ദരനായിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് സ്ത്രീകൾ, പെൺകുട്ടികൾ സ്നേഹിച്ചിരുന്നു. ഈ പ്രേമിച്ചിരുന്നു എന്ന് എൻ്റെ പ്രായത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാം. അദ്ദേഹത്തെ ഭർത്താവായി കിട്ടണമെന്ന് ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിച്ചു. എന്നിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കത്തില്ല, ഇയാൾ ആരോടും ഒരു പ്രതിപത്തി കാണിക്കുകയില്ല. ആരുടെ പ്രേമാഭ്യർത്ഥന വന്നുവോ അതെല്ലാം അദ്ദേഹം നിരസിച്ച് കളഞ്ഞു. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം കൂടെ ഗ്രീക്ക് ദേവതമാരെ സമീപിച്ച് പ്രാർത്ഥന തുടങ്ങി, ഇയാളുടെ മനം തിരിയുന്നതിന് വേണ്ടി. ഗ്രീക്ക് ദേവത ഈ നാർസിസിസിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്, ഐതിഹ്യം പറയുന്നത്. നീ തിരിഞ്ഞ് ഈ സ്ത്രീകളോട് അല്പം പ്രതിപത്തി കാണിക്കുക എന്ന്. നാർസിസിസ് അതിന് താല്പര്യപ്പെട്ടില്ല. അപ്പോൾ ഈ ഗ്രീക്ക് ദേവതമാർ ഒരു ശാപം കൊടുത്തു, നീ നിൻ്റെ മുഖത്തേക്ക് തന്നെ എപ്പോഴും നോക്കിയിരുന്ന് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കും, നീ അങ്ങനെ മരിക്കും. ആ നിമിഷം തൊട്ട് ഈ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സുന്ദരനായ ചെറുപ്പക്കാരൻ ഒരു കുളത്തിൻ്റെ കരയിലേക്ക് പോയി. കുളത്തിലെ വെള്ളം നിശ്ചലമാണല്ലോ, ഒരു കല്ലെടുത്തെറിഞ്ഞെങ്കിലല്ല കുളത്തിലെ വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മുഖക്കണ്ണാടി പോലെ നിശ്ചലമാണ് കുളത്തിലെ വെള്ളം. ആ കരയ്ക്കിരുന്നിട്ട് കുളത്തിലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ സ്നേഹിച്ച് എപ്പോഴും ഈ കുളക്കരയിലിരുന്ന് നാർസിസ് മരിച്ചുപോയി എന്ന് ഐതിഹ്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അസ്വസ്ഥതയാണ് നാർസിസിസം എന്ന പേരാക്കി ഇട്ടത്. 1889 പോൾ സാക്കെയും ഹാവ്ലോക്ക് എലീസും, ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് നാർസിസിസം ഒരു മെൻ്റൽ ഡിസോർഡർ ആണെന്ന് കണ്ടുപിടിച്ച് അതിന് നിർവചനം കൊടുത്തത്. അതിനുശേഷം സിഗ്മണ്ട് ഫ്രോയിഡും അദ്ദേഹത്തെ കൂടാതെ ഏണസ്റ്റ് ജോൺസും, സിഗ്മണ്ട് ഫ്രോയിഡും ഏണസ്റ്റ് ജോൺസും വളരെ വിദഗ്ധനായ മനഃശാസ്ത്രജ്ഞന്മാരാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ്. അവർ രണ്ടുപേരും കൂടി ഈ അസ്വസ്ഥതയ്ക്കൊരു പേരിട്ടു, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD.
ഡി. ഒരു സ്വഭാവ വൈകല്യം. ഇതിന് മരുന്നില്ല സിനോയി, ഇതിന് മരുന്നില്ല. ഞാനൊരു സംഭവമാണ്, എന്നെ കഴിഞ്ഞേ മറ്റുള്ളവരൊക്കെ ഉള്ളൂ. ഞാൻ ആരാണെന്നറിയാമോ? എൻ്റെ ഉപ്പാപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകൾ. അതാണ് നാർസിസിസത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇതിന് പല തരങ്ങളുണ്ടോ അതോ ഒരൊറ്റ ലെവലിൽ? തീർച്ചയായിട്ടും ഇതിന് ലക്ഷണങ്ങളുണ്ട്. ഈ മിതമായ നാർസിസിസം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അല്പമൊക്കെ ഞാൻ ആരാണ്ടാണെന്ന് സെൽഫ് മോട്ടിവേഷൻ അത് നല്ലതാണ്. അത് സെൽഫ് മോട്ടിവേഷനെ സഹായിക്കും. അത് ആത്മപ്രശംസ എന്ന് പറയും. ആത്മപ്രശംസ ഞാനൊട്ടും കുറഞ്ഞവനല്ല, ഞാനൊരാളുടെ മുമ്പിൽ തനകുലിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ അല്പസ്വല്പമൊക്കെ നാർസിസിസം നല്ലതാ. ഇല്ലെങ്കിൽ നമ്മളെ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വ്യക്തിയായിട്ട് സമൂഹം ചിത്രീകരിക്കും. അതിനും അവർ വിദഗ്ധരാ, പൊതുജനം. അതുകൊണ്ട് ഒരല്പമൊക്കെ നാർസിസിസം നല്ലതാണ്. എന്നാൽ അമിതമായി നാർസിസിസം ഉണ്ടായാൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ ലക്ഷണങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു പൊസിഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു സംഘടനയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നു, ഞാൻ ആരാണെന്നറിയാമോ, എൻ്റെ വ്യക്തിത്വം എന്താണെന്നറിയാമോ, എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ഏറ്റുവാങ്ങാൻ വേണ്ടി കയ്യും നീട്ടിയിരിക്കുന്ന ചിലരുണ്ട്. അപ്പോൾ ഞാനൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ പൊസിഷനിലിരിക്കുന്ന എന്നെ മറ്റുള്ളവർ ബഹുമാനിച്ചിരിക്കണം എന്നും പറഞ്ഞ് കയ്യും നീട്ടി ബഹുമാനം അല്ലെങ്കിൽ പ്രശംസ ഇരക്കുന്നവർ, അതൊരു തരം നാർസിസിസ്റ്റുകളാണ്. അങ്ങനെയുള്ളവർ ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അവർ നമ്മളോട് പറയത്തില്ല, പക്ഷേ അവരാഗ്രഹിക്കുന്നുണ്ട്. എന്തിനാ ഈ സ്വാഗത പ്രസംഗമൊക്കെ മീറ്റിങ്ങുകളിൽ നടത്തുന്നത്? എന്തിനാ ഈ കൃതജ്ഞത പറയുന്നത്? ഇല്ലാത്തതൊക്കെ വച്ച് കെട്ടത്തില്ലേ നമ്മളെപ്പറ്റി? അതൊരു തരം നാർസിസിസമാണ്. അത് നമ്മുടെ നാർസിസിസ്റ്റിക് ഫീലിങ് ഉയർത്താൻ വേണ്ടി അവർ പറയുന്നതാണ്. അതിൻ്റെ പകുതി പോലും നമ്മൾ ഒറിജിനലി കാണത്തില്ല. അതൊരു തരം നാർസിസിസ്റ്റുകളാണ്. പ്രശംസ ഇരക്കുന്നവർ, പ്രശംസ ആഗ്രഹിക്കുന്നവർ, അതൊന്ന്. രണ്ടാമത്തത്, അവർക്ക് പ്രശംസ ആഗ്രഹമല്ല, അവരുള്ളിലേക്ക് തന്നെ ഒതുങ്ങുക. എന്നെ ആരും പ്രശംസിക്കുന്നില്ലല്ലോ, എന്നെ ആരും കരുതുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരും. മറ്റുള്ളവരോട് വൈരാഗ്യമാണ്. അവൻ എന്നെ കാണുമ്പോൾ ബഹുമാനിക്കുന്നില്ലല്ലോ, ഞാൻ ചെല്ലുമ്പോൾ അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ലല്ലോ, എൻ്റെ ഒപ്പം ഇരിക്കാൻ അവൻ ആരാ? പക്ഷെ ഇയാളൊന്നും പറയത്തുമില്ല. ഇയാൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവനെ ആ സദസ്സുകളിൽ നിന്ന്, അങ്ങനെയുള്ള സദസ്സുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള പണി തുടങ്ങും. അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഏതായാലും തുറന്ന് പറയണ്ട. അപ്പോൾ നമ്മളും ഒരു നാർസിസിസ്റ്റ് ആവും. മനസ്സിലായില്ലയോ? അത് വേണ്ട. എൻ്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരിധി വരെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടാം തരം നാർസിസിസ്റ്റുകൾ ഒളിഞ്ഞിരുന്ന് കുത്തുന്നവരാണ്. അവർ നമ്മുടെ മുമ്പിൽ നല്ല മനുഷ്യരായിരിക്കും, നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും താല്പര്യത്തോടെ കരുതുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർ പക്ഷേ പുറമേ അല്ലാതെ അകമേ നമുക്കിട്ട് പണി ചെയ്യും. അങ്ങനെ ഒരു നാർസിസിസം ഉണ്ട്, വലിയ അപകടകരമാണ്. അവർ മറ്റുള്ളവരെ ഉപയോഗിച്ചാണ് നമുക്കിട്ട് പണി തരുന്നത്. അവരെ നമ്മൾ പേടിക്കണം, രണ്ട് കൂട്ടരെയും പേടിക്കണം. പക്ഷേ രണ്ടാമത്തെ കൂട്ടരെ, ഈ മറ്റുള്ളവരെ ഉപയോഗിച്ച് ഈ നാർസിസിസ്റ്റ് പണി ചെയ്യുന്ന ആളുകളെ കൂടുതൽ സൂക്ഷിക്കണം. നമ്മൾ കൂടുതൽ അടുപ്പിക്കാൻ പോകരുത്. ഇതാണ് രണ്ട് തരം നാർസിസിസം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാകുന്നെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം പറഞ്ഞല്ലോ. അയാളുടെ ഹിസ്റ്ററി ഞാൻ വായിച്ചു. അയാളോട് തന്നെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു.
ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഇത് അയാളുടെ സ്വഭാവത്തിൽ വെച്ചുകൊടുത്ത ഒരു വൈകല്യമായത്. ചെറുപ്പത്തിൽ നമ്മൾ വലിയ കുടുംബത്തിൽപ്പെട്ടവരാണ്, നമ്മൾ ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട കാര്യമില്ല. നമുക്ക് ബഹുമാനം കിട്ടിയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണം, ഞങ്ങൾ പറയുന്നതേ കേൾക്കാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 2.5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ ഈ കുഞ്ഞിൻ്റെ മനസ്സിനകത്തേക്ക് തിരികെ കയറ്റി കൊടുത്താൽ അവൻ പിൽക്കാലത്ത് ഒരു നാർസിസിസ്റ്റ് ആവും. കാരണം അവൻ്റെ മാതാപിതാക്കൾ നാർസിസിസ്റ്റുകളാണ്. അതുകൊണ്ട് അപ്പം നാർസിസിസം എന്ന് പറയുന്ന ഒരു പരിധി വരെ ഒരു പാരമ്പര്യ രോഗമാണ് എന്നുള്ളതും മനസ്സിലാക്കണം. ഒരു കാരണവശാലും ബുദ്ധി വികസിക്കുന്ന സെക്കൻഡറി കോൺഷ്യസ്നെസ് ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടമാണ് 2.5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ. ഈ മെഴുകു പരുവത്തിലിരിക്കുന്ന ബുദ്ധി ഉറയ്ക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നാർസിസിസം പോലെയുള്ള മാനസിക വൈകല്യം ഉള്ള സ്വഭാവരീതികൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഷിനോയുടെ സംശയം? ഞാനൊരു പേരൻ്റ് ആയതുകൊണ്ടേ ഞാനിത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കേൾക്കുന്നത്. എനിക്കും എൻ്റെ പിള്ളേർ ഈ ഏജിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിലും ഞാൻ പാലിക്കേണ്ടതുണ്ട്. അത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ. വളരെ നല്ലത്, വളരെ നല്ലത്. ഇത് ഈ നാർസിസിസം ഒഴിവാക്കുന്നതിന് അങ്ങനെയുള്ള ആളുകളുമായി കൂടുതൽ സമ്പർക്കത്തിന് പോകാതിരിക്കുക എന്നുള്ള അത് ചോദിക്കാൻ വരുമായിരുന്നു സാറിനോട്. നമുക്ക് ഏതായാലും ഇങ്ങനെയുള്ള വ്യക്തികളെ എന്തായാലും നമ്മൾ സമൂഹത്തിൽ കാണും, പക്ഷേ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ കൂടുതലുള്ള അല്ലെ വേറൊരാൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യാം? നമുക്ക് അവരെ അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ജീവിതത്തിൽ എന്തായാലും നമ്മൾ കൂട്ടുമുട്ടും അവർ. വെരി ഗുഡ്, നല്ലൊരു ചോദ്യമാണത്. മനസ്സാവാച കർമ്മണ അവരുമായിട്ട് കൂടുതൽ ഇടപഴകലിന് അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്ററാക്ഷൻസിന് പോകാതിരിക്കുക. മനഃപൂർവ്വം അവരെ അങ്ങ് ഒഴിവാക്കുക. എന്നാൽ അവരോട് വിരോധമില്ല. കാണുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചിരി ഉണ്ടല്ലോ, നമുക്കൊക്കെ ഒരു ചിരിയുണ്ട്, പ്ലാസ്റ്റിക് ചിരി, പിന്നെ ഒറിജിനൽ ചിരി. ഈ ഒറിജിനൽ ചിരി ചിരിക്കരുത്. ഒറിജിനൽ ചിരി ചിരിച്ചാൽ അവർ നമ്മുടെ അടുത്ത നാർസിസിസം പ്രയോഗിക്കാൻ തുടങ്ങും. ഒരു പ്ലാസ്റ്റിക് ചിരിയോടെ ബായ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു നിലപാടായിരിക്കും നല്ലത്. പിന്നെ ഈ അസ്വസ്ഥത നമ്മളിലോ മറ്റുള്ളവരിലോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരിലോ ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് 4 മാർഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഞാൻ പറയാം. ഒന്ന്, ദിവസവും രാവിലെ ഈ നാർസിസിസ് ചെയ്തതുപോലെ കുളത്തിൻ്റെ നിശ്ചലമായ ജലത്തിലേക്ക് സ്വന്തം മുഖത്തിൻ്റെ പ്രതിബിംബം കാണുന്നതിന് വേണ്ടി നോക്കിയിരിക്കുന്ന പരിപാടി വളരെ നല്ലതാണ്. മരിച്ചു പോകത്തൊന്നുമില്ല. ഈ കുളത്തിൻ്റെ കരയ്ക്ക് എപ്പോഴും പാല് വെക്കുമോ? അതുകൊണ്ട് വീട്ടിൽ കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടിയിലേക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പോ സ്കൂളിൽ പോകുന്നതിന് മുമ്പോ കണ്ണാടിയിലേക്ക് ഒരു 2-3 മിനിറ്റ് നോക്കി നമ്മുടെ മുഖത്തിൻ്റെ ശോഭ ഉണ്ട് എങ്കിൽ അത് ആസ്വദിക്കുക. നമ്മുടെ തന്നെ മുഖശോഭ, ദി കാരിസ്മ ഓൺ യുവർ ഫേസ്, അല്ലെങ്കിൽ ദ ഗ്രേസ് ഓൺ യുവർ ഫേസ്, ദ ഹാലോ അറൗണ്ട് യുവർ ഹെഡ്, അത് സ്വയമായിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്നൊരു ഊർജ്ജം ഉൾക്കൊള്ളുക, എന്നിട്ട് പോവുക. പതുക്കെ ഈ നാർസിസിസ്റ്റ് ഫീലിങ് ആ ആളിൽ നിന്ന് മാറും. മിറർ തെറാപ്പി എന്നതിന് പറയും. രണ്ടാമത്തത് മെൻ്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പി, MBT എന്ന് പറയും. മെൻ്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പി. നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതിനൊരു സമയം മാറ്റി വെക്കുക. നാളെ എനിക്ക് എന്തൊക്കെ ചെയ്യണം, അടുത്ത മാസം എന്ത് ചെയ്യണം, ഈ വർഷം അവധിക്ക് പോകുന്നത് എപ്പോഴാണ്, ഈ വർഷത്തെ ബഡ്ജറ്റ് എങ്ങനെയാണ്, ഈ വർഷത്തെ പരിപാടികൾ എന്തൊക്കെയാണ്, ടാസ്ക്സ്, ഇതൊക്കെ അതിനുവേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ ഒരു സമയം
മാറ്റിവെക്കുക. അതാണ് മെൻ്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പി എന്ന് പറയുന്നത്. മനസ്സേകാഗ്രമാക്കിക്കൊണ്ട് എൻ്റെ ചുറ്റിനും എൻ്റെ സഹായമുള്ളവരാരൊക്കെ, ഒരുപക്ഷെ എൻ്റെ ജീവിതസഖിയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ അയൽക്കാരായിരിക്കും, അല്ലെങ്കിൽ സ്നേഹിതരായിരിക്കും, സമൂഹത്തിൽപ്പെട്ട എൻ്റെ സേവനം ആവശ്യമുള്ളവർ ആരൊക്കെയുണ്ട് എന്ന് അല്പനിമിഷമെങ്കിലും മനസ്സിൽ ദിവസേന ചിന്തിച്ചുകൊണ്ട് അവരെ പറ്റി ആലോചിക്കുകയും അവർക്ക് എന്ത് ചെയ്യാം തന്നാൽ കഴിയുന്നത് എന്നുള്ളത് ഇതിനെപ്പറ്റി അപഗ്രഥനം ചെയ്യുന്ന ഒരു നല്ല പരിപാടിയാണ് മെൻ്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പി ഫോർ നാർസിസിസം എന്ന് പറയുന്നത്. അതൊന്ന് പരിശീലിച്ച് നോക്കിക്കാട്ടെ. പതുക്കെ 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 ഇതങ്ങ് മാറിയിട്ട് മനസാ വാച കർമ്മണ ഒരു നാർസിസിസ്റ്റ് അല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഷിനോയ്. മൂന്നാമത് ഈ ഒരു ട്രോമ ഫോക്കസ്ഡ് തെറാപ്പി എന്ന് പറയും. ട്രോമ ഫോക്കസ്ഡ് തെറാപ്പി, EMDR. EMDRൻ്റെ ഫുൾ ഫോം ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ റീപ്രോസസ്സിങ് എന്ന EMDR, ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പല ദിശകളിലേക്ക് ചലിപ്പിക്കുക. സിമ്പിളായത്. വലത്തോട്ട് നോക്കുക, ഇടത്തോട്ട് നോക്കുക, വീണ്ടും വലത്തോട്ട് നോക്കുക, ഇടത്തോട്ട് നോക്കുക 5 പ്രാവശ്യം, മുകളിലേക്ക് നോക്കുക, താഴോട്ട് നോക്കുക, കൃഷ്ണമണി മുകളിലോട്ട്, കൃഷ്ണമണി താഴോട്ട് 5 പ്രാവശ്യം, കൃഷ്ണമണി വലത്തെ കോർണറിലോട്ട്, അത് കഴിഞ്ഞ് ഇടത്തെ കോർണറിലോട്ട്, വലത്തെ കോർണറിലോട്ട്, ഇടത്തെ കോർണറിലോട്ട്, കൃഷ്ണമണി ഇടത്തെ കോർണറിലോട്ട്, വലത്തെ കോർണറിലോട്ട്, ഇടത്തോട്ട് വലത്തോട്ട്, ഇടത്തോട്ടാനെ വലത്തോട്ടാനെ, അത് കഴിഞ്ഞ് അവസാനമായി കൃഷ്ണമണി കണ്ണിലിട്ട് കറക്കുക. എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമണി ഒരു കോർണറിലേക്ക് മാറ്റുക, ഓപ്പോസിറ്റ് കോർണറിലേക്ക്, ഒന്നാമത്തത്. രണ്ടാമത്തെ കൃഷ്ണമണി മുകളിലേക്ക് കേന്ദ്രീകരിക്കുക, താഴോട്ട് കേന്ദ്രീകരിക്കുക, രണ്ടാമത്തെ. പിന്നെ വലത്തെ മുകളിലത്തെ കോർണറിലോട്ട്, ഇടത്തെ താഴത്തെ കോർണറിലോട്ട്, മൂന്നാമത്തെ. നാലാമത്തെ ഇടത്തെ മുകളിലത്തെ കോർണറിലോട്ട്, വലത്തെ താഴത്തെ കോർണറിലേക്ക്. പിന്നെ കൃഷ്ണമണി ഈ കണ്ണിനകത്തിട്ട് ചലിപ്പിക്കുക, വട്ടത്തിൽ കറക്കുക. ഇതിനെയാണ് EMDR എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ അതിശയമെന്ന് പറയട്ടെ, അത്ഭുതമെന്ന് പറയട്ടെ, ഈ നാർസിസിസ്റ്റ് ഫീലിങ് തീർത്തും ഇല്ലാതെയാകുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഈസി ആയിട്ട് നാലാമതൊരു പരിപാടിയുണ്ട്. സമയം കിട്ടുമെങ്കിൽ ഈ ഇൻപേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം. ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പോൾ വിസിറ്റിംഗ് ടൈം ഉണ്ടല്ലോ, ആ വിസിറ്റിംഗ് ടൈമിൽ നമ്മൾ പേഷ്യൻസ് കിടത്തി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ദിവസം ഒരു പേഷ്യൻറ്റിനെ കണ്ടാൽ മതി. അവരുടെ അസ്വസ്ഥത എന്താണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ തന്നെ അത് സംഗ്രഹിക്കുന്നത്, നമുക്ക് ചുറ്റും വേദനയും യാതനയും ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്നവരുടെ വേദന ഒപ്പിയെടുത്താൽ നാർസിസിസ്റ്റ് ഫീലിങ് അത്ഭുതകരമായി മാറിക്കിട്ടുമെന്നും പറയുന്നുണ്ട്. അപ്പം 4 മാർഗങ്ങൾ ഇത് ഒഴിവാക്കുന്നതിന്, ഇല്ലാതെയാക്കുന്നതിനുണ്ടെന്നുള്ളത് ഞാൻ വ്യക്തമായി ഷിനോയിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് പറയുന്നു? അതെ, ഇത് നാർസിസം എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായി. അത് നമ്മുടെ പ്രേക്ഷകർക്കും വ്യക്തമാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണുന്ന കാര്യം പറഞ്ഞല്ലോ, അതുപോലെ നമ്മൾ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലും നമ്മുടെ ഞാൻ വലിയവനാണെന്നുള്ളൊരു ചിന്താഗതി പോകില്ലേ സാറേ? എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു മരിച്ച അവസ്ഥയായിരിക്കും. ഞാൻ അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ സുന്ദരമായ ലോകത്ത് വീണ് കിട്ടിയ ഒരു ഭാഗ്യമാണ് ജീവിക്കുവാൻ പറ്റുക എന്നുള്ളത്.
അവസാന ശ്വാസം വരെ മറ്റുള്ളവർക്ക് വേണ്ടിയും സ്വയം അഭിവൃദ്ധിക്ക് വേണ്ടിയും ഒക്കെ ജീവിക്കുക, മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുക, ആരെയും ഉപദ്രവിക്കാത്ത ഒരു സ്വഭാവ രീതിയിൽ വളരുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ജീവിക്കാൻ പഠിക്കുക. മരിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ഓർത്തിരുന്നാൽ നമ്മളൊരു ശവശരീരമായി തീരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അത് വേണ്ടെന്ന എൻ്റെ അഭിപ്രായം. ഓവർ ടു യു ഷിനോയ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മളിന്ന് സംസാരിച്ചത് നാർസിസം, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, പിന്നെ ഇതൊരു സ്വഭാവ വൈകല്യമാണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഇപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിന് ചികിത്സ എന്ന് പറയുന്ന സാറ് തന്നെ അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതില്ലാത്തവർ നമുക്ക് എങ്ങനെ അവരെ മാനേജ് ചെയ്യുക, അവരോട് നമ്മൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരോട് പിണങ്ങുകയോ ചെയ്യാതെ അവരെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന മാനസിക സംബന്ധമായ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജായിട്ട് അയയ്ക്കുക. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഷിനോയ് പുളിക്കൻ. ശുഭരാത്രി. മനസാ വാചാ കർമ്മണ